നിങ്ങൾ കണ്ടു ബാറുണ്ട് എന്നുള്ള കണ്ടു പറഞ്ഞു. ഇതില് ബാറിന്റെ മാത്രമല്ലല്ലോ നിങ്ങൾ കാണുക, ആ സൂപ്പർ ഭൂതത്തിലല്ലേ. അതിനകത്ത് കണ്ടതിന് നമുക്ക് ഇപ്പൊ കേൾവിക്കാർ ഉസ്താദിനെ ചോദിക്കണം. കേൾവിക്കാർ ഉസ്താദ് എന്നല്ല അതിന്റെ ചീഫ് എഡിറ്റർ. ആ നിങ്ങളാ സൂപ്പർ ഭൂതത്തിന്റെ ചീഫ് എഡിറ്റർ കേൾവിക്കാർ ഉസ്താദ് ഒന്നല്ലല്ലോ. അപ്പൊ അതിനകത്ത് കണ്ടതല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാന്തപുരത്തിനെതിരെയുള്ളതും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞ നേരത്തെ. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിനെതിരെയുള്ള സ്റ്റേ നീക്കി, നോളജ് സിറ്റിക്കെതിരെയുള്ള സ്റ്റേ നീക്കിയിട്ടില്ല. ഈ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിന് എന്തായിരുന്നു നോളജ് സിറ്റിയിൽ പണിയെന്നപ്പോ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ആരവിടെ ടെക്സ്റ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അവിടെ നിന്നാണ് കിതാബ് ബോധമല്ലായിരുന്നല്ലോ പണി. അപ്പൊ നിങ്ങൾ ആ സൂപ്പർ ഭൂതത്തിലല്ല നിങ്ങൾ കണ്ടത്, നിങ്ങളാ പത്രത്തില് അല്ല. എന്നിപ്പൂ തന്നെ അല്ല ഈ ഐ ഡി സുഹൃത്തെ. ഇനി നമ്മൾ വായിക്കുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് തന്നെയല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താട്ടോ. എന്നിപ്പൂ അല്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. എനിക്കത് അങ്ങനെ വായിക്കാനാണ് അറിയുന്നത്, എനിക്ക് ഇംഗ്ലീഷ് കൂടുതൽ അറിയില്ല, അതുകൊണ്ടാ. ഓക്കെ, നിങ്ങൾ മൈക്കെടുത്തു. നിങ്ങളിപ്പോ പറയുന്നത് ഇപ്പൊ പഴയ പോലെ റൂമിൽ ഡോട്ട് ഇടൂല എന്നൊക്കെ പറഞ്ഞു. ഇതിനെന്താ ഒരു വാക്ക് കാര്യം പറയുന്നത് ഡോട്ട് ഇടുന്നതിനാണ് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ എടുക്കുമ്പോ നിങ്ങളൊക്കെ ഒരുപാട് ഇത്രയും 141 ആളല്ലേ നിങ്ങളോട്, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, ഞാൻ ഒന്നും കാട്ടൂല. ഞാൻ ചോദിച്ചോട്ടെ, ഈ ചോദിച്ചതിന് സമാധാനം പറയുന്നത് ബാർപ്പ് കാരണം ഈ ഗവൺമെന്റ് മറ്റുള്ള ബാറിലൊക്കെ ഒഴിവാക്കിയപ്പോ കൂടുതൽ സൗകര്യത്തോടെ നിങ്ങൾ നോളജ് സിറ്റിയിൽ ബാർ സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى والصلاة والسلام على الرسول المصطفى وعلى آله وصحبه أهل الصدق والوفاء. ആദരണീയരായ സാദാത്യങ്ങൾ, ഉസ്താദുമാർ, ഏറ്റവും സ്നേഹമുള്ള ശ്രോതാക്കൾ, മാഷാ അല്ലാഹ് കേൾക്കാൻ ഉസ്താദ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഞാനിപ്പോ ഞാനിവിടെ ഇങ്ങനെ വന്നപ്പോ ഒരു സംസാരം കേട്ടപ്പോഴേ ഇതാക്കി ഉസ്താദിനെ അറിയാം. ഉസ്താദിനെ ചോദിച്ചിരുന്നു ഇപ്പൊ ഈ എന്നിപ്പൂ എന്ന് പറയുന്ന ഉസ്താദിന്റെ നേരെ ചോട്ടിലുള്ള ഐഡി ഉസ്താദിനെ ചോദിച്ചിരുന്നു. ഇപ്പൊ കേൾവിക്കാരൻ ഉസ്താദ് എവിടെയെന്ന് ചോദിച്ചു, കേൾവിക്കാരൻ എവിടെയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് മുമ്പ് വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. ബാവാമീറൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ മൂപ്പര് സംഗതി ഒന്ന് മൊഞ്ചാക്കിയിരുന്നു മൂപ്പര്. അപ്പൊ മൂപ്പരിപ്പോ എന്താന്ന് വെച്ചാല് ഇപ്പൊ എല്ലായിടത്തും ബാറ് പൂട്ടിയത് കൊണ്ട് മൂപ്പർക്ക് കുറച്ച് ഇടങ്ങാറുണ്ട്. അപ്പൊ സൗകര്യമുള്ള ബാർ എവിടെയാണ് ഉള്ളത് മൂപ്പരിപ്പോ അതാണ് അവസാനത്തെ മൂപ്പര ചോദ്യം അതാണ്. അതായത് ഇപ്പൊ ഗവൺമെന്റ് ബാറ് പൂട്ടിച്ചാണ്. അപ്പോ പൂട്ടിച്ചത് കൊണ്ട് ഇപ്പൊ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനി സൗകര്യമുള്ള ബാർ നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, ശരി തന്നെയാണോന്ന്, അതാണ് മൂപ്പര ചോദ്യം. നിങ്ങൾക്ക് അത്ര സൗകര്യമുള്ള ബാർ ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയാൽ ആവൂല. നിങ്ങൾക്ക് മാത്രം സൗകര്യമുള്ള ബാർ ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയ ആവൂല കുട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുമ്പോ എന്താന്ന് വെച്ചിട്ട് മാത്രമല്ല, അതിപ്പോ ഇതൊരു സെന്റ് സ്ഥലം പോലും എടുക്കാത്ത സ്ഥാപനമാണ് ഈ നോളജ് സിറ്റി എന്ന് പറയുന്നത്. ഇതുവരെ ഭൂമിയിൽ എവിടെയും ഒരു സെന്റ് സ്ഥലം പോലും അത് എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥാപനമാണ് ഈ നോളജ് സിറ്റി എന്ന് പറഞ്ഞ്. ഇനിയിപ്പോ അത് എന്ത് ചെയ്യണം, അത് സ്ഥലം എടുക്കണം. അത് സ്ഥലം എടുത്തിട്ട് അങ്ങനെയുള്ള കുറെ പ്രശ്നമുണ്ട്. അങ്ങനെ അതൊക്കെ വരുമ്പോ അതൊക്കെ വന്നെങ്കിൽ തന്നെ ഈ കുച്ചിപ്പോൽ ഒടിച്ച് കണ്ട് അതിന് സ്റ്റേ കൊടുക്കാനും അതിന് എഴുതാനും ഒക്കെ നിൽക്കുന്ന ആൾക്കാര് ഇസ്രായേലിൽ ബോംബ് പൊട്ടുമ്പോൾ അമേരിക്കക്ക് ഉണ്ടാകുന്ന ബേജാറുണ്ടല്ലോ. ഇസ്രായേലിൽ ബോംബ് പൊട്ടുമ്പോൾ അമേരിക്കക്ക് ഉണ്ടാകുന്ന ഒരു ബേജാറുണ്ട്. ആ ബേജാറാണ്. അതായത് ഏതോ ഒരു പപ്പരാസികൾ കൊടുത്ത സ്റ്റേ, ആ സ്റ്റേ ഹരിത ട്രൈബ്യൂണൽ തള്ളിയപ്പോ ആ സ്റ്റേ തള്ളിയതിന്റെ പേരിൽ വയറിളക്കം പിടിച്ച വേറെ ചില ആൾക്കാർക്കാ. അത് ശ്രദ്ധിച്ചോ? ആ വാർത്ത വന്നപ്പോൾ മർക്കസിനെ കുറിച്ചോ കാന്തപുരം ഉസ്താദിനെ കുറിച്ചോ മർക്കസിന്റെ നോളജ് സിറ്റിയെ കുറിച്ചോ മർക്കസിന്റെ പ്രോജക്റ്റുകളെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഒരു മൈനസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നാം പേജിലെ മെയിൻ വാർത്തയാക്കുന്ന ഏറ്റവും വലിയ പ്രസ്സിലുള്ള ഏറ്റവും വലിയ ബ്ലോക്ക് അതിനു വേണ്ടി നിരത്തുന്ന പത്രങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ. ആ പത്രങ്ങളിലൊന്നും അങ്ങനെ ഒരു വാർത്ത മൂട്ടിൽ 3 വരി പോലും വന്നിട്ടില്ല. ഞാൻ ഇന്നലെ അത് അരിച്ചു പെറുക്കി, വന്നിട്ടില്ല. അപ്പൊ അതങ്ങനെ വരാതെ വേറെ ചില പത്രക്കാരെന്ത് പണി ചെയ്തു, ആ ഒരു പത്രം ഇപ്പൊ നേരത്തെ അഷ്കർ പരിചയപ്പെടുത്തിയില്ല ഒരു പത്രം,
അസ്കർ നേരത്തെ പരിചയപ്പെടുത്തിയ പത്രത്തിൽ തന്നെ അത് സ്റ്റേ അങ്ങനല്ല, അത് നോളജ് സിറ്റിന്റെ സ്റ്റേ അല്ല നീങ്ങിയിട്ടുള്ളത്. അത് നീങ്ങിയിട്ടുള്ളത് കാന്തപുരത്തിനെതിരുള്ള സ്റ്റേ ആണ്, പിന്നെ എന്താണ് ലാൻഡ്മാർക്കിനെതിരുള്ള സ്റ്റേ ആണ് എന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉദ്ദേശിച്ച ബാർ, നിങ്ങൾക്ക് മാത്രം സൗകര്യമുള്ള ഒരു ബാറ്, നിങ്ങൾക്ക് കിട്ടാനും കിട്ടാനും മാത്രമുള്ള ഒരു ബാറ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതായാലും ആവൂല. ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ തോൽവി സമ്മതിക്കാണ്. മറ്റുള്ള എന്ത് സാമൂഹിക പ്രവർത്തനങ്ങളിലോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലോ സാംസ്കാരിക മണ്ഡലങ്ങളിലോ എന്തിനും നിങ്ങളൊന്ന് നോക്കൂ. ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള ഏതേതൊക്കെ സംഘടനകൾ എടുത്തു നോക്കുക. ആ സംഘടനകളൊക്കെ എടുത്തു നോക്കിയാൽ ജനോപകാരപ്രദമായ മേഖലകളിൽ, അത് കാരുണ്യ പ്രവർത്തനങ്ങളാകട്ടെ, അവസരം സഹായിക്കുന്ന കാര്യങ്ങളിലാകട്ടെ, ആതുര സേവനത്തിന്റെ മണ്ഡലത്തിലാകട്ടെ, രാഷ്ട്രീയാവബോധം ഉണ്ടാകുന്ന വിഷയങ്ങളിലാകട്ടെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലാകട്ടെ, സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങൾ എല്ലാ മേഖലകളിലും ഇന്ന് കേരളത്തിൽ അത് ഇവിടുത്തെ ഭരണാധികാരികളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും നിയമപാലകരും എല്ലാവരും സമ്മതിക്കുകയും എല്ലാവരും സർട്ടിഫൈ ചെയ്യുകയും ചെയ്തൊരു സംഭവമുണ്ട്. അതിൽ ഇന്ന് കാന്തപുരത്തെയും കാന്തപുരത്തിന്റെ സംഘടന പ്രസ്ഥാനങ്ങളെയും കവച്ചു വെക്കാൻ കേരളത്തിന്റെ മണ്ണിൽ നിന്നൊരു പ്രസ്ഥാനമില്ല. അച്ചടക്കത്തിന്റെ കാര്യത്തിലും സംഘടനാ ഭദ്രതയുടെ കാര്യത്തിലും കേരളത്തിൽ നിന്നൊരു പ്രസ്ഥാനം ഇല്ല എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. എല്ലാവരും പരസ്യമായും രഹസ്യമായും സമ്മതിക്കുന്ന കാര്യമാണ്. പിന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് തോൽക്കും. നിങ്ങളിപ്പോ പറഞ്ഞ സാധനത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ, ബാറിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കഴിയൂല. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് നമ്മൾ പറ്റൂല എന്ന് തന്നെ പറയണല്ലോ. അപ്പൊ അതാണ്. എന്തായിരുന്നാലും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ പറഞ്ഞത് അവിടെ വരുന്നുണ്ട്. അതായത് സർക്കാർ ബാറുകളൊക്കെ പൂട്ടിയപ്പോ നല്ല സൗകര്യത്തിലൊരു ബാർ അവിടെ വരുന്നുണ്ടെന്ന് കേട്ടു. അത് കണ്ടുകാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അപ്പൊ തന്നെ ബാക്കി വെക്കണ്ട. കണ്ടിട്ട് ആ ബാറ് വന്നിട്ട് നമ്മൾ ഇതൊക്കെ കൂടി കലാവ് കിട്ടാന്ന് കരുതിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇപ്പൊ കുടിക്കാണ്ടിരിക്കണ്ട. മനസ്സിലായല്ലോ? അത് നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പത്തെ ബാറ് പൂട്ടിന്റെ ശേഷം എങ്ങനെയാണ് കാര്യങ്ങൾ തന്നെ ആ രീതിയിലൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. പിന്നെന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇപ്പൊ തലയിൽ മുണ്ടിട്ടാണ് അവിടെ ഇവിടെയൊക്കെ വാറ്റിനും കാര്യങ്ങൾക്കൊക്കെ പട്ടക്കൊക്കെ പോകുമ്പോൾ കുറച്ച് അടുങ്ങാറുണ്ടാവും. പണ്ട് ബാറിൽ പോയിക്കാണ്ട് സുഖമായിട്ട് കുടിച്ചു പോകുന്നതുമായിട്ടുള്ള ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ അത് കുഴപ്പമില്ല, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശീലാവും. പണ്ടാരാ പറഞ്ഞില്ലേ, പിന്നെ ഈ പണിയും കൂടി അറിയില്ലാന്നുണ്ടെങ്കിൽ തെണ്ടിപ്പോയിരുന്നു, തെണ്ടാനും കൂടി അറിയില്ലാന്നുണ്ടെങ്കിലേ തെണ്ടുമായിരുന്നു എന്ന് പറഞ്ഞത്രേ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദിവസം അങ്ങനെ ആവുമ്പോൾ ശീലായിക്കോളും. തെണ്ടിയാണ് ശീലാവും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഇപ്പത്തെ നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ നിർവഹിക്കുന്നത്, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ശീലായിക്കോളും. അതനുസരിച്ച് നിങ്ങൾ അങ്ങനെ പോയിക്കോളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഇത്തരം ബാർ സംബന്ധമായ ചർച്ചയുടെ സമയമല്ല ഇത്, ആദർശ ചർച്ചയുടെ സമയമാണ്. ആ ചർച്ചയ്ക്ക് പറ്റിയ ഒരാൾ നമ്മളെ എ ടി കരീം വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എ ടി കരീം ഒക്കെ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഇവിടെ ചർച്ച ചെയ്തു വെച്ചൊരു വിഷയമുണ്ട്, നമ്മുടെ കുഞ്ഞീദുബിയൻ തൗഹീദ്. വഹാബി മതത്തിന്റെ ഏകോപിതമായൊരു തൗഹീദ് ഉണ്ടായിരുന്നത് കുഞ്ഞീദുബിയൻ തൗഹീദ് എന്നാണ് അതിന് പറയാ. അത് കുഞ്ഞീദ് മദനി പറഞ്ഞ തൗഹീദ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞ മനുഷ്യ കഴിയുന്ന അതീതമായ കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്നവരോട് മരണപ്പെട്ടവരോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണി ബഹുദൈവാരാധനയാണ് എന്ന് പറഞ്ഞ കുഞ്ഞീദുബിയൻ തൗഹീദ് ഉണ്ട്. ആ കുഞ്ഞീദുബിയൻ തൗഹീദ് സംബന്ധിച്ച ചർച്ച നടക്കേണ്ട സമയമാണ്. ഇത് നമ്മൾ കരീം അതിന് തയ്യാറായി വന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുഞ്ഞീദുബിയൻ തൗഹീദ് എന്നതിന് പറയാം. അങ്ങനെയാണ് സക്കരിയ തൗഹീദ്, ജിന്നൂരി തൗഹീദ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഉണ്ടല്ലോ കുഞ്ഞീദുബിയൻ തൗഹീദ്. കുഞ്ഞീദുബിയൻ തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കേണ്ടത്. ഏതായാലും എണ്ണിപ്പോ എന്താണ് എനിക്കറിയില്ല. മൂപ്പര് പറഞ്ഞ അങ്ങനെ അല്ലാതെ മൂപ്പര് പറഞ്ഞാൽ ശരി, മൂപ്പരോട് പറഞ്ഞതുമില്ല. ഒന്നുണ്ടെങ്കിൽ ബാറ് സംബന്ധിച്ചാണ് നിങ്ങളുടെ ആശങ്ക അല്ലെങ്കിൽ ബേജാറെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ കൊണ്ട് പരിഹാരം കാണാൻ കഴിയില്ല. ഞങ്ങൾ അതിൽ ആ വിഷയത്തിൽ ഞങ്ങൾ തോൽവി സമ്മതിക്കുകയാണ്. നിങ്ങൾക്ക് പര്യാപ്തമായ ഒരു ബാർ ഉണ്ടാക്കി തരാൻ നിങ്ങളെ ആവശ്യങ്ങൾ നിർവഹിക്കുക. അതായത് സർക്കാർ ബാറുകൾ പൂട്ടിയപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം പരിഹരിക്കാവുന്നതിന് കോമ്പൻസേറ്റ് ചെയ്യാവുന്ന ഒരു ബാറ്, അത് ഞങ്ങളെ കൊണ്ട് ആവൂല. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഉസ്താദ്, ഇന്നലെ വരെ ഇപ്പോൾ ഒരു സെന്റ് സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ സ്ഥലം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾ ബോധപ്പെട്ടുകൊണ്ട് അവന്റെ നാവുകൊണ്ട് അറിയിച്ചുകൊണ്ട് അവന് നന്ദിയുണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
എനിക്ക് പിന്നെ സംശയം നമ്മളടുത്ത് മൊയ്തീന്മാരെ കിട്ടിപ്പോയിലുണ്ടേനും എന്റെ ഭജനത്തെ പൊയ്യൊന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നെഞ്ഞി ഞാനെന്നവർ. പക്ഷെ അതേമാതിരി മൊയ്തീന്മാരത്തിന് വേറെ ഒക്കെ ഉണ്ട്. നിലവേറമ്മിഷ തോളൂതൂര് ഒതുപോലെ 40 പതിറ്റാണ്ട് സുബഹി തോളൂതോവർ. അപ്പൊ ഈ ഒരു ഓതിർത്തിട്ട് 40 കൊല്ലം ഈ സുബഹി മാത്രം സ്കെച്ചിട്ടുള്ളൂ. അതോ എന്താണ് മൊഹീദി ഷേഖ് മനുഷ്യനായിരുന്നില്ലേ? എന്റെ 40 വർഷമൊക്കെ ഒരൊറ്റ ഒതുമ്പല് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ വേറെ ബാത്റൂം പോകുന്ന ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അതുമല്ല ഒറ്റ രാത്രി കൊണ്ട് 40 വട്ടം ഒരു രാത്രി 40 വട്ടം ജനാപത്ത് ഉണ്ടായി എന്നാണോ ഞാൻ യഥാർത്ഥ മൊഹീദി ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയല്ല പറയുന്നത്. മൊഹീദിമാരിൽ ചിത്രീകരിച്ചിട്ടുള്ള സൂഫികളുടേതായ മൊഹീദി ഷേഖിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ 40 വട്ടം ജനാപത്തൊക്കെ ഉണ്ടായി നമ്മൾ കുളിച്ചെന്നും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അത് എങ്ങനെയാണ് ഇപ്പൊ ഇത് എന്നും മനസ്സിലാക്കി തന്ന തിരക്കുണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ ശബ്ദം ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ജിന്നൊന്നുമില്ലല്ലോ മൈക്കില്? ഇല്ലല്ലേ? ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. നമ്മുടെ ബാവാമീറിന്റെ നാട്ടുകാരനായ പിന്നെ ബാവാമീർ തന്നെ കൈകാര്യം ചെയ്തോട്ടെ. അതിന് മുമ്പ് ഒരു എണ്ണിപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു നമുക്ക് പരിചയമില്ലാത്തൊരു പൂ കാണുന്നുണ്ട്, ഒരു എണ്ണിപ്പൂ. അദ്ദേഹം ഇവിടെ നേരത്തെ ബാറിന്റെ കാര്യത്തിൽ എന്തോ ഒരു ആശങ്ക പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടു. പിന്നെ ബാവാമീറ പറഞ്ഞു അദ്ദേഹം എന്നെ തന്നെ ചോദിച്ച് അന്വേഷിച്ചിരുന്നു എന്നും പറഞ്ഞു. അപ്പം അത് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുള്ള ആൾക്കായിരിക്കും. അദ്ദേഹത്തിന്റെ ആ ധാരണ തെറ്റൊന്നുമല്ല. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു വിവരം അറിയിക്കുന്നു. മദ്യരഹിത കേരളത്തിനായി 100 കൗണ്ടറുകൾ കൂടി തുറക്കുന്നുണ്ട് എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് കേട്ടാ. ഇന്നത്തെ പത്രത്തിലുള്ളതാണ്, മനസ്സിലായ? ഒരു മാപ്പിള പത്രത്തിലുള്ളതാണ്. അപ്പോ അതുകൊണ്ട് ആ ബാറിന്റെ കാര്യത്തിൽ വിഷമമുള്ള ആളുകൾക്കൊക്കെ ആശ്വസിക്കാം. എണ്ണിപ്പൂ മാങ്ങൽക്കുള്ളൊരു വിഷമമായിരിക്കും പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അപ്പൊ ഇന്നത്തെ പത്രത്തിലുള്ളത് മദ്യരഹിത കേരളത്തിന് വേണ്ടിയിട്ട് 100 കൗണ്ടറുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, തുറക്കുന്നുണ്ട്. അതായത് മദ്യപാനികളായ ആളുകൾക്കുള്ള വിഷമം തീർക്കാൻ വേണ്ടി ഗവൺമെന്റ് 100 സ്പെഷ്യൽ കൗണ്ടറുകൾ എല്ലാ ജില്ലകളിലുമായിട്ട് മൊത്തം കേരളത്തിൽ തുടങ്ങുന്നുണ്ട് എന്ന് സന്തോഷ വാർത്ത മദ്യപന്മാരെ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എ ടി കരീമിനെ ഡോട്ട് കൊടുത്തിങ്ങനെ, എ ടി കരീമിന് ഡോട്ട് കൊടുക്കണ്ട, എ ടി കരീം ടെസ്റ്റിന്റെ ഡോട്ടുള്ളൂ അല്ലേ? ആയിക്കോട്ടെ, അത് വേണമെന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് ചെയ്യപ്പോ. എ ടി കരീം ഈ ചോദിച്ച ചോദ്യം ഇത് ഈ റൂമിൽ ഇതിനെ മുമ്പ് ചോദിച്ചിട്ടുണ്ടോ? എ ടി കരീമെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചാൽ മതി. എ ടി കരീം ഈ ചോദിച്ച ചോദ്യങ്ങൾ ഇതിന് മുമ്പ് SGBയിൽ ചോദിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ എ ടി കരീം ഒന്ന് അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നോ അടിച്ചോളൂ. എ ടി കരീമിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാ? പടച്ചോനെ, എന്നാ നിങ്ങൾക്ക് മൈക്കില്ല കേട്ടാ. ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചതിനും വേണം, അതിനും വേണം മൈക്ക്. ഈ ചോദ്യം ഇതിന് മുമ്പ് ഈ റൂമിൽ ചോദിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അതിനും വേണം മൈക്ക്. അതിന് ഭാവമായിട്ട് കേൾക്കുള്ളൂ. ആയിക്കോട്ടെ കേട്ടാ. അത് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മൈക്ക് എടുത്താൽ മതി. ഓ, അത്ര അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഞങ്ങൾക്ക്, മനസ്സിലായില്ലേ? അതിനെന്തിനാ മൈക്ക്? ഇതിപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നാണ് ഒന്ന് ചോദിച്ചത്. എന്റെ ശബ്ദം ബാക്കിയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ എന്റെ ശബ്ദം? ഉണ്ട് അല്ലേ? എല്ലാവരും കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. കരീമിനോട് ഞാൻ ചോദിച്ചത് എന്റെ ശബ്ദം ഞാൻ പറയുന്നത് കാരണം നമ്മൾ പറയുമ്പോഴേ ആള് ഡെസ്കിൽ ഇല്ലാതിരിക്കേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശ്രദ്ധയിൽ പോവേ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുന്നത് കേൾക്കൂലല്ലോ. അത് കേൾക്കാതെ വീണ്ടും എന്ത് ചെയ്യും, മൈക്കിൽ വന്ന് വേറെ എന്തെങ്കിലും സംസാരിക്കും, സമയം കളയും. അപ്പൊ അത് വേണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാ. അപ്പൊ എ ടി കരീം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അടിക്കുക, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ. ഉണ്ടോ?
കേൾക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിക്കുക, അല്ലെങ്കിൽ നോ അടിക്കുക. AT കരീമിന്റെ ശബ്ദം കേൾക്കുന്നു, ഞാനീ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിക്കുക, ഇല്ലെങ്കിൽ നോ അടിക്കുക. പറഞ്ഞതിന് കേൾക്കണില്ല ഞങ്ങളെ മലപ്പുറം ഭാഷയില്. ഇയാള് പോയ എന്നറിയും, രണ്ടും പറഞ്ഞ അപ്പൊ ഇല്ലാതെ അർത്ഥം. അത് ശരി. ചില ആൾക്കാര് അബ്ദുൽ ഇരിങ്ങല്ലൂരിന്റെ നമ്മളെ മലപ്പുറത്തിന്റെ ആ പഴയ ശൈലി അറിയായിട്ടാണ് അല്ലേ. ഈ അത് കണ്ടോന്ന് ചോദിക്കൂല നമ്മള്. അല്ലെങ്കിൽ ഈ അങ്ങോട്ട് പോരാ പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? ഞങ്ങളെ മലപ്പുറത്തുള്ളൊരു ശൈലിയാണ് കേട്ടോ. മറ്റുള്ളവരിന് ഇതെന്താണ് പേടിക്കണ്ട. ഇല്ലാന്നല്ലേ, അതാണ് കേൾക്കണില്ല എന്നാണ് അടിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് കേൾക്കുന്നില്ല എന്നടിച്ച വ്യക്തിയാണ് AT കരീം. മനസ്സിലായ നിങ്ങള് സുഹൃത്തുക്കളെ? ഞാൻ പറഞ്ഞ എന്താ, കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എസ് അടിക്കാൻ, ഇല്ലെങ്കിൽ നോ അടിക്കാൻ. അപ്പൊ മൂപ്പര് മലപ്പുറക്കാരനാണ്, നമ്മളെ വാവാക്കാരൻ നാട്ടുകാരനാണ്. മൂപ്പര് അടിച്ചത് എന്നാണ്. ഞാൻ കേൾക്കണില്ല. എന്നാ പിന്നെ ആളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഏതായാലും നേരത്തെ വേറെ ആളുണ്ടായിരുന്നല്ലോ, ഒരു മണ്ണിപ്പൂ, അദ്ദേഹം എടുക്കട്ടെ. എണ്ണിപ്പൂ. ഓക്കെ, അദ്ദേഹം എടുക്കട്ടെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഉസ്താദിനെ അന്വേഷിച്ചു. കാരണം ഇവിടെ കൈ പൊക്കി നിന്നത് ഞാനാണ്. അതിനുശേഷം മൂന്നാൾക്ക് മൈക്കെടുത്ത് എന്നിട്ട് എനിക്ക് മൈക്കുന്നില്ല. ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഡൗട്ട് ഇടുന്നതിനാണ്. ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങല്ലേ പറഞ്ഞോളൂ. ഞാൻ നിങ്ങളുടെ വിവരം കിട്ടിയോണ്ട് ഞാൻ ചോദിച്ചതാണ്. പോട്ടെ. ആ ചോദ്യത്തിന് മറുപടി പറയാതെ 15 മിനിറ്റ് വാവാമീറൊന്ന് മൈക്കെടുത്ത് സംസാരിക്കുകയും ചെയ്യാം. അതിനുശേഷം കേൾപ്പിക്കാരോ അപ്പൊ ഈ ചോദ്യാർത്ഥങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ലേ ഇവിടെ മുമ്പിൽ? ഓക്കെ, മൈക്കൂടും. ചോദ്യകർത്താവിന് വില കൂടിയതുകൊണ്ടാണല്ലോ കൂടുതൽ സമയം ചോദ്യകർത്താവിന് വേണ്ടി ഭാവാമീറ മൈക്ക് അത് പറഞ്ഞത്. മാത്രമല്ല, രണ്ടാള് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ചോദ്യകർത്താവിന് വില കൂടുതലാണെന്നല്ലേ? അങ്ങനെ തന്നെയല്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ അദ്ദേഹം പറയണത്, അദ്ദേഹം ചോദ്യം ചോദിച്ചിട്ട് ഭാവാമീർ എന്ത് ചെയ്ത് അതിന് 15 മിനിറ്റ് നേരം മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കേൾവിക്കാരനും പറഞ്ഞു എന്നാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന്റെ ചോദ്യത്തെ നമ്മൾ കണക്കിലെടുക്കുകയും വളരെ ഗൗരവതരമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ചോദ്യത്തെയും എല്ലാം നമ്മൾ പരിഗണിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെയല്ലേ അത് മനസ്സിലാക്കേണ്ടത്? നേരെ മറിച്ചല്ലല്ലോ എണ്ണിപ്പൂ. മറിച്ചാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെന്തെങ്കിലും എന്നാണ് പറഞ്ഞിട്ട് ഒറ്റ വാക്കിൽ ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്നാണ് പറഞ്ഞാണ്ട് നിങ്ങളാണ്ട് അവഗണിക്കലല്ലേ? അത് അങ്ങനെയല്ലല്ലോ ചെയ്തത്. അപ്പൊ അത് ശരിയല്ല. നിങ്ങൾ ആ വിലയിരുത്തൽ ശരിയല്ല. നിങ്ങൾക്ക് ആ പറഞ്ഞത് നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി ആയിട്ടുണ്ടല്ലോ. മറുപടി ആയിട്ടുണ്ട്, അതിനേക്കാൾ കുറച്ച് ഏറെ ആയിട്ടുണ്ട്. അതാണ് മൂപ്പർക്കുള്ളൊരു ബുദ്ധിമുട്ട്. ഒരു ചോദിച്ചതിനുള്ളതുമായി പിന്നെ അതിന്റെ പുറമെ വേറെയായി. അതാണ് ഞാൻ മൈക്കൂട്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളും AT കരീമും ഒരു സെറ്റപ്പിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് മൈക്ക് തരാതിരിക്കാൻ വേണ്ടിയാണ്. നല്ല കരീമിന് ഇവിടെ ഉസ്താദ് കേൾവിക്കാരോട് പലപ്പോഴും വിളിക്കാറുണ്ട്. പക്ഷെ AT കരീമോട് മൈക്കിലേക്ക് വരാറില്ല. ഇന്ന് ഞാൻ മൈക്കിൽ വന്ന സമയത്താണ് AT കരീം മൈക്കിലേക്ക് വന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു സെറ്റപ്പിലാണ് എന്നെ ഒഴിവാക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കുറെ നേരം മൈക്കിന് വേണ്ടി കാക്കുന്നതാണ് എന്നെ ഒരു സംശയമാണ്. ഞാൻ ഉസ്താദ് മറുപടി വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. അല്ല, അതില്ലാന്നുള്ള മനസ്സിലായല്ലോ. അതാണ് നമ്മളെ AT കരീം ഇനി മൈക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് തന്നെ മൈക്ക് തന്നത്. AT കരീമിനോട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുപ്പര് ഇല്ല എന്ന അർത്ഥത്തിൽ അടിച്ചത്. ഞാൻ കേൾക്കണില്ല നിങ്ങൾ പറഞ്ഞത്. അങ്ങനത്തെ ആളോട് പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടത്. ഏതായാലും നമ്മളെ AK ഒരു ഉസ്താദ് കൈപൊക്കിയിട്ടുണ്ട്. ഞാൻ മൈക്ക് വിട്ടു. ഉസ്താദ്, എനിക്കൊരു ചെറിയൊരു സംശയം. ഒരു ക്ലിപ്പ് ഉണ്ട് എൻ്റെ അടുത്ത്. ആ ക്ലിപ്പിന്റെ ഒന്ന് വിശദീകരിച്ചു തരണം. ആ ക്ലിപ്പ് എന്താണുള്ളത്? ഞാൻ മൈക്കോട് ആ ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. ഒരു മിനിറ്റ്.
എന്താ ഉസ്താദെ ക്ലിപ്പ് നിങ്ങൾ ഒറ്റ കേട്ടിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് കൂടി കേൾപ്പിച്ചു തരും, ഞങ്ങൾ കേൾക്കുന്നില്ല എന്താന്നുള്ളത്. എന്താ ഉസ്താദ് ഒറ്റക്ക് അവിടെ ഇരുന്നാണ്ട് കേൾക്കണം, എന്നിട്ട് നമ്മളെ വെറുതെ ഞങ്ങളിവിടെ കാത്തിരിക്കുക, ഞങ്ങൾക്ക് ആർക്കും കേൾക്കുന്നില്ല. എന്താ ഉസ്താദ് കേൾക്കുന്നുണ്ടാ? എന്താ ഉസ്താദ് കേൾക്കുന്നുണ്ടാ? അല്ല, എന്റെ മാത്രം കുഴപ്പമില്ല തോന്നുന്നത്, ആർക്കും കേൾക്കുന്നില്ലായിരുന്നു. എല്ലാവരും ഇവിടെ സൗണ്ട് കൂട്ടാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഒന്നും കേൾക്കുന്നില്ലായിരുന്നു ഉസ്താദ്, അതുകൊണ്ടാണ് മൈക്ക് എടുത്തത്. മൈക്കോട്ട്. അതെ, ഞാനും എൻ്റെ സകല സംവിധാനങ്ങളും കൂട്ടിവെച്ച് നോക്കി, പക്ഷെ എന്നിട്ടും എനിക്ക് തിരിണില്ല. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, എന്തോ ഒരു ചോദ്യം ചോദിക്കണോ, പക്ഷെ അത് മനസ്സിലാക്കാൻ മാത്രം, എന്താ പറയുന്നത് മനസ്സിലാക്കാൻ മാത്രമുള്ള സൗണ്ട് ഇല്ല. അപ്പം അതൊന്നുകൂടി നന്നായി കേൾപ്പിച്ചാൽ നന്നായിരുന്നു. പിന്നെ അതിപ്പോൾ ഇനിയിപ്പോൾ എണ്ണിപ്പൂ അതിൻ്റെ ഇടക്ക് മൂപ്പർക്ക് മൈക്കില്ല എന്നുള്ള മൂപ്പര് പോവാ. എണ്ണിപ്പൂവിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് അടിച്ചാൽ മതി പബ്ലിക്കിൽ, ഞാൻ മൈക്ക് നിങ്ങൾക്ക് തരാം. ഇല്ലെങ്കിൽ നമ്മൾ അനന്താവർ ഉസ്താദ് ഒന്ന് ആ ക്ലിപ്പ് കേൾപ്പിക്കട്ടെ. എണ്ണിപ്പൂ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കണില്ലെങ്കിൽ എ.ടി. കരീമിൻ്റെ കാര്യം ഇല്ലാന്ന് അടിച്ചോളൂ. എ.ടി. കരീം കേൾക്കണുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ലാന്നാണ് അടിച്ചത്. എണ്ണിപ്പൂ പോയാ? അദ്ദേഹം പോയി തോന്നുന്നല്ലേ? ഓക്കെ. അനന്താവർ ഉസ്താദ് നേരത്തെ സ്റ്റീരിയോ മിക്സിൽ ഇടാതായിരിക്കും അങ്ങനെ കേൾപ്പിച്ചത് തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അത്. ഞാൻ മൈക്കൂട്ടു. അടുത്തകാലത്ത് എനിക്ക് സംശയം, മുൻപുകാലത്ത് ഇസ്ലാമിക പ്രസ്ഥാനം ഉണ്ടാക്കണമെന്ന് ഇതിനെല്ലാം എതിർത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ കൗൺസിൽ തന്നെ നിങ്ങൾക്ക് അന്വേഷണമില്ല, നിങ്ങൾ കുറെ പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് അൽബാനിയുടെ പല പ്രസ്ഥാനത്തെയും വായിച്ചു മനസ്സിലായി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇപ്പോൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അവരെ നമ്മൾ നിങ്ങളെ വായടപ്പിക്കുന്നുണ്ട്. ഇതിനെന്താണ് ഒരു തോന്നുന്നത്? അവരെ ക്ലിപ്പ് മുഴുവൻ ഇടാൻ വേണ്ടി പറയാ. മുമ്പ് നമ്മൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരുത്തുക. അത് സക്കരിയാസ്, ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടോ? സക്കരിയാസ് സലാഹി പറഞ്ഞാലും ആര് പറഞ്ഞാലും മുമ്പ് പറഞ്ഞത് അബദ്ധമാണ് എന്നത് തിരുത്തണം. അബ്ദുസലാം സുന്നബിയുടെ ശിഷ്യനായി കുറെ കാലം നടന്നതാണ്. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. തിരുത്തിയ കേസറ്റ് വരുന്നുണ്ടല്ലോ, സിഹിർ ബാധിക്കും എന്ന് പറയുന്ന കേസ് സലാം സുന്നബിയുടെ വാക്ക് വിശ്വസിച്ച് സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചാൽ ശരിക്കും വിശ്വാസമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. വിഷയങ്ങൾ പഠിച്ചാൽ അൽബാന്റെ കിതാബ് പഠിച്ചിട്ടൊന്നല്ല, അല്ലാ സലഫി പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ വ്യക്തമായി, എന്തിനധികം അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ വ്യക്തമായി 1960കളിൽ എഴുതിയതാണ്. അമാനി മൗലവിയും അലവി മൗലവിയും ചേർന്ന് എഴുതി KM മൗലവി പരിശോധിച്ചതിൽ സിഹിർ ബാധയുണ്ടെന്നും സിഹിർ ബാധിക്കുകയില്ല എന്ന വിശ്വാസം മുഴക്കത്തിലെത്തുന്ന വിശ്വാസമാണെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതറിയാതെ തെറ്റി നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം. പിന്നെ ഇതിനെ മൊത്തത്തിൽ നമ്മൾ എതിർത്തു എന്നുള്ളത് ശരിയല്ല. മന്ത്രത്തെ നമ്മൾ എതിർത്തിട്ടില്ല, സിഹിർ ബാധിക്കുമെന്ന് നമ്മൾ എതിർത്തിട്ടില്ല. വ്യക്തമായിട്ട് ചില ആളുകൾക്ക് പറ്റിയ അബദ്ധം, അപ്പൊ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയ അബദ്ധമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കും
ശരിയല്ല. എനിക്ക് അബദ്ധം പറ്റി ഞാൻ തെറ്റി പറ്റിയ അബദ്ധം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയ അബദ്ധമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. എനിക്ക് അബദ്ധം പറ്റി ഞാൻ തെറ്റിട്ടല്ലേ എനിക്ക് പറ്റുള്ളൂ. ഇതിന് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പറ്റിയ അബദ്ധമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധം പ്രസ്ഥാനത്തിന്റെ മൊത്തം അബദ്ധമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. എനിക്ക് അബദ്ധം പറ്റി ഞാൻ തെറ്റിട്ടല്ലേ എനിക്ക് പറ്റുള്ളൂ. ഇതിന് ശരിയായിട്ട് നിങ്ങൾ പറയുന്ന ഈ ഭാഷ കുറച്ച് നന്നായിട്ട് കുറേ പഠിക്കുന്നുണ്ടാവും. എന്റെ കാര്യത്തിൽ നിങ്ങളിപ്പോഴും പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇനിയും കുറേ മാത്രമേ വരേണ്ടി വരും. അപ്പൊ ആദ്യമായിട്ട് നമ്മളൊന്ന് പൊതുജനങ്ങളിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇനി നമ്മൾ മാറ്റം ഇപ്പൊ നമ്മൾ പറയുന്ന തെളിവുകളാണ് ഏറ്റവും നല്ല തെളിവ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഭൂമി മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് തൗഹീദ് സംസാരിക്കുന്നവർ മുജാഹിദ് പ്രസ്ഥാനം എന്ന വിധയിലാണ് ഞാൻ നൽകുന്നത്. ഒന്നും നല്ലത് എന്നതല്ല അതെന്ന് പറയുന്നത്. നിങ്ങളെ പോലത്തെ പണ്ഡിതന്മാരെ പ്രസിദ്ധീകരിക്കാൻ മനസ്സിലാക്കുക. അപ്പൊ ഈ ഇതുപോലെയുള്ള ചില തെറ്റുതിരുത്തലുകളെ ഇനിയുണ്ടായത് ഒന്നും സൂചന നൽകണം. എല്ലാവരും മഅസൂമുകളാണ് എന്ന് മുജാഹിദുകൾ ആരോടും പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി മാത്രമല്ല, മുജാഹിദ് പണ്ഡിതന്മാർ ആരും മഅസൂമുകളോ മുജാഹിദ് പ്രബോധകന്മാരാരും തെറ്റുപറ്റാത്തവരാണോ എന്ന് പറഞ്ഞിട്ടില്ല. ആർക്കും തെറ്റുപറ്റാം. തെറ്റുപറ്റിയെന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്തും. മനുഷ്യനാണോ തെറ്റുപറ്റി? നബി പറയാണ് കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ മക്കളൊക്കെ അബദ്ധം പറ്റുന്നവരാണ്. അപ്പൊ ഈ ഇതുപോലെയുള്ള ചില തെറ്റുതിരുത്തലുകളെ ഇനിയുണ്ടായത് ഒന്നും സൂചന നൽകണം. എല്ലാവരും മഅസൂമുകളാണ് എന്ന് മുജാഹിദുകൾ ആരോടും പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി മാത്രമല്ല, മുജാഹിദ് പണ്ഡിതന്മാർ ആരും മഅസൂമുകളോ മുജാഹിദ് പ്രബോധകന്മാരാരും തെറ്റുപറ്റാത്തവരാണോ എന്ന് പറഞ്ഞിട്ടില്ല. ആർക്കും തെറ്റുപറ്റാം. തെറ്റുപറ്റിയെന്ന് ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്തും. മനുഷ്യനാണോ തെറ്റുപറ്റി? നബി പറയാണ് കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിന്റെ മക്കളൊക്കെ അബദ്ധം പറ്റുന്നവരാണ്. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, അബദ്ധം പറ്റുന്ന ഏറ്റവും ഉത്തമന്മാർ തൗബ ചെയ്യുന്നവരാണ്. അത് എല്ലാരും കേട്ടില്ലേ? ഒരുപാട് വിശദീകരിക്കേണ്ടുന്ന, ഒരുപാട് പറയേണ്ടുന്ന ഒരു ക്ലിപ്പാണത്. ആ ക്ലിപ്പ് ഒന്നുകൂടി അതേ ക്ലിപ്പിന് ഇതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് ക്ലിയർ ഉള്ളത് തന്നെ കിട്ടാറുണ്ടല്ലോ, കേൾക്കാറുണ്ട്. അത് അനന്താപ്രസ്ഥാനം കിട്ടിയത് അല്ലെങ്കിൽ കേൾപ്പിക്കുന്നത് കുറഞ്ഞൊരു ക്ലിയർ കുറവുണ്ട്. അവസാന ഭാഗം കുറച്ച് ക്ലിയറായി വന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ നടത്തിയിട്ടുള്ള ആ കരണം മറിച്ചിന് വേണ്ടിയില്ലേ സക്കരിയ നടത്തിയിട്ടുള്ള സിഹർ ബാധിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നാണ് സക്കരിയ അടക്കമുള്ളവർ പ്രസംഗിച്ച് നടന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ. എന്നിട്ട് പറയാ അതെന്താണ്, അത് വ്യക്തിക്ക് പറ്റിയിട്ടുള്ളതാണ്, സംഘടനക്ക്. ഇപ്പൊ ഈ സംഘടനന്റെ തൗഹീദ് നിങ്ങളെ പഠിപ്പിച്ചില്ല നേരത്തെ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവരൊക്കെ ഒരുമിച്ചെടുക്കുന്ന കാലത്ത് തന്നെ, ഒന്നായിരിക്കുന്ന കാലത്ത് തന്നെ ഈ അബ്ദുസലാം സുല്ലമി അടക്കമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവര് അന്ന് വിശ്വസിച്ചും പ്രയോഗവൽക്കരിച്ചും നടന്നിരുന്ന ആ തൗഹീദ് മാറ്റിയെന്നല്ല അതിന്റെ അർത്ഥം. എന്നിട്ട് പറയാ അത് മുജാഹിദിലെ ചില വ്യക്തികൾക്ക് പറ്റിയാണ്, പ്രസ്ഥാനത്തിന് പറ്റിയതല്ല. എന്നാ പ്രസ്ഥാനം പറഞ്ഞ തൗഹീദ് ഏതാ? പ്രസ്ഥാനം പറഞ്ഞ തൗഹീദ് ഏതാണ്? അത് പറയണം. എന്നിട്ട് പറയാ പരസ്പര വിരുദ്ധാണ് എന്നിട്ട് പറയുന്നത് തന്നെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ, മഅസൂമാണെന്ന് ആരും മഅസൂമാണെന്ന് മുജാഹിദുകൾ പറയുന്നില്ല. മുജാഹിദിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രാസംഗികരോ ഒന്നും ആരും എന്നല്ല മഅസൂമുകളല്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? അങ്ങനല്ലേ പറഞ്ഞത്? ആരും മഅസൂമുകളല്ലാതല്ലേ പറഞ്ഞത്? സുഹൃത്തുക്കളെ, ഞങ്ങളോടാ ചോദിക്കുന്നത് ഈ വിഷയം കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഞാൻ മനസ്സിലാക്കിയത് വല്ല തെറ്റുണ്ടെങ്കിൽ അത് ഇവിടെ മുജാഹിദുകളുണ്ടല്ലോ, എറ്റി കരീമൊക്കെ, അവർ തിരുത്തി തരും. അതെ, മഅസൂമുകളല്ല. ഇനി മഅസൂമായിട്ട് ആരാളുള്ളത്? മുജാഹിദ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മഅസൂമുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാളുള്ളത്? മുജാഹിദിന്റെ വിശ്വാസത്തിൽ ആരെങ്കിലും ഉണ്ടാ? ഇനി ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ആരാണ് ഉള്ളതെന്ന് പറഞ്ഞാട്ടെ.
ഉണ്ടാ? റസൂലോ? ഇപ്പൊ കേട്ടികരിയും പഠിച്ചിരുന്ന റസൂല്. അപ്പൊ സക്കരിയ ഓതി ഹദീസ് കേട്ടില്ല നിങ്ങള്? കുല്ലുബിനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. ആദമിന്റെ മക്കളൊക്കെ തെറ്റുപറ്റുന്നവരാണ്. പിന്നെ അപ്പം മുഹമ്മദ് നബി ആദമിന്റെ മോനല്ലേ എറ്റികരിമേ? മുഹമ്മദ് നബി മലക്ക? എന്താ നിങ്ങളെ വിശ്വാസം? മാറിയോ? ഈ കരണം മറിച്ചിൽ നിന്ന് ഈ തൗഹീദിൽ വന്നിട്ടുള്ള വ്യതിയാനത്തെക്കുറിച്ച് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എ ടി കരീമിനെ പോലുള്ള സാധുക്കളായ വിവരമില്ലാത്ത മന്ദം മൗലവിമാരുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സക്കരിയ ഓതിയ ഹദീസ് കേട്ടില്ലങ്ങള്? ആദമിന്റെ മക്കളെല്ലാവരും തെറ്റുപറ്റുന്നവരാണ്. കുല്ലുബിനെ ആദം എന്നാ പറഞ്ഞത്. അതാ കുല്ലുബിനെ ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, അങ്ങനല്ലേ പറഞ്ഞത്? സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടില്ലേ? ആദമിന്റെ മക്കളൊക്കെ തെറ്റുപറ്റുന്നവരാണല്ലേ പറഞ്ഞത്. അപ്പൊ മുഹമ്മദ് നബി തെറ്റുപറ്റുന്ന ആളല്ലേ? എങ്ങനെ വിശ്വസിക്കും? അതാണ് ചോദ്യം. എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ നിങ്ങൾ മാസുമാറിന്? അപ്പോ നിങ്ങൾ ആലോചിച്ചു, ഇവിടെ കുല്ലെന്നല്ലേ പറഞ്ഞത്? എല്ലാം ആദം നബിന്റെ എല്ലാ മക്കളും ആദം നബിന്റെ മക്കളെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? സുഹൃത്തുക്കളെ, അങ്ങനെ തന്നെയല്ലേ? ഈ മുജാഹിദിന് വിശ്വാസം മാറിയിക്കണോന്ന് അറിയില്ല കേട്ടാ. ശ്രോതാക്കളെ, നിങ്ങളൊക്കെ എല്ലാവരുടെ വിശ്വാസം അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് എന്ന് മാത്രമല്ല അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ മലക്കുകളൊക്കെ വിളിച്ചതായിട്ട് മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അബൂ മുഹമ്മദ് എന്നാണ്. അഥവാ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് തന്നെ സന്താന പരമ്പരയിൽ വരാൻ പോകുന്ന ആ പേരമകൻ, ആ മകനെ പേരിനോട് ചേർത്തിട്ടാണ്, അബു ചേർത്തിട്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ അബൂ മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടത് എന്നാ. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ തന്നെയാണത്. ഇവിടെ സംഭവം എന്താ? ആ ഹദീസും ഈ പറഞ്ഞ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഒലക്കയും പാന്തവും മേച്ചു കൂട്ടിയതുപോലെ സക്കരിയയും അതുപോലുള്ള മുജാഹിദ് മൗലവിമാരും അവരുടെ മണ്ടത്തരങ്ങൾക്ക് തെളിവ് നിരത്താൻ വേണ്ടി ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഹദീസിൽ പറഞ്ഞത് അള്ളാഹുവും റസൂലും വിലക്കിയ കാര്യങ്ങൾ അത് മനുഷ്യരിൽ നിന്ന് എന്ത് ചെയ്യും? തെറ്റുകുറ്റങ്ങൾ വരും, മറന്നും അല്ലാതെയൊക്കെ. അപ്പൊ അവര് എന്ത് ചെയ്യണം? അതിന് തൗബ ചെയ്യണം. തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസാണത്. അല്ലാതെ തൗഹീദും ശിർക്കും പറയുന്നിടത്ത്, നിർവചിക്കുന്നിടത്ത് 1400 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെന്തിനാ തെറ്റുപറ്റണ്? 1400 കൊല്ലായില്ലേ ഈ ഇസ്ലാം, ഈ തൗഹീദും ഈ ഷഹാദത്ത് കലിമയും അതിന്റെ അർത്ഥവും ആ തൗഹീദിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള ശിർക്കുമൊക്കെ ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാർ അയിമ്മത്ത് വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് പിന്നെന്തിനാ ഇപ്പൊ വെച്ച് തെറ്റുപറ്റുന്നത്? അപ്പോ ആ ചോദ്യകർത്താവ് പറഞ്ഞത് വളരെ സത്യമാണ്. എന്താ ഇനിയിപ്പോ നിങ്ങളെന്താ ഇനി തീർത്തൂലാന്ന് എന്താ ഉറപ്പ്? ഇപ്പൊ ഈ പറഞ്ഞത് തീർത്തൂലേ? ഇപ്പൊ ഇതിന്റെ പിന്നാലെ എങ്ങനെ പോവും? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത്, ഈ വിവരം കെട്ട ജാഹിലുകളായ, മുത്തൻ ജാഹിലുകളായ, പടുജാഹിലുകളായ ഈ മുജാഹിദ് മൗലവിമാർ പറഞ്ഞു കേട്ടിട്ട് അതിന്റെ പിന്നാലെ പോയാൽ അവസാനം നരകത്തിലെത്തിയുള്ളൂ. മരിക്കണ വരെ ജീവിതകാലം മുഴുവൻ ഇവർ പറയുന്നത് ഇതിന്റെ പിന്നാലെ കൂടിയാൽ പോലും തൗഹീദും ശിർക്കും എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പഠിക്കാൻ പോലും കഴിയില്ല. പിന്നെ പറഞ്ഞു മന്ത്രത്തെ എതിർത്തിട്ടില്ല. മന്ത്രത്തെ എത്ര എതിർത്തു നിങ്ങള്?
സക്കരിയ പറഞ്ഞിട്ടില്ലേ മന്ത്രത്തെ എതിർത്തില്ല. എന്നാ പിന്നെ എന്തിനാ സക്കരിയ ഒരു റുക്കിയ ശറയ്യ ഒരു ചർച്ച പ്രത്യേകം നിങ്ങളുടെ KNM നിങ്ങൾ കൊണ്ടുവന്നത്? എന്തിനാ കൊണ്ടുവന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മന്ത്രത്തെ എതിർത്തിട്ടില്ല. ഈ മണ്ടത്തരം എന്ത് ചെയ്തിരുന്നു? എതിർത്തിട്ടില്ല എന്നുള്ള പെരുന്നുണ അൻവർ അഹമ്മദും ഇവിടെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു തെളിവടക്കം എന്ത് ചെയ്തു ഇവിടെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെതിർത്തത്. അപ്പോ തൗഹീദിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരുറച്ച വിശ്വാസമോ നിലപാടോ ഇല്ലാത്ത ഇത്രമാത്രം ആശയപാപ്പരത്വം ബാധിച്ചിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനം ദീനീ രംഗത്ത് എന്താണെങ്കിലും നമ്മുടെ കേരളത്തിലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. സിഹിർ ബാധിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കൻ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ചാൽ മുശ്രിക്കായി പോവും എന്ന് പ്രസംഗിച്ച് നടന്നിരുന്ന മൗലവിമാര് ഇപ്പൊ പറയാ അത് വ്യക്തിക്ക് പറ്റിയാണ്, സംഘടനക്ക് പറ്റിയല്ല, പ്രസ്ഥാനത്തിന് പറ്റിയല്ല. അപ്പൊ പ്രസ്ഥാനം പറഞ്ഞ തൗഹീദ് ഏതായിരുന്നു? നിങ്ങളുടെ പ്രസ്ഥാനം പറഞ്ഞ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള തൗഹീദാണോ നിങ്ങൾ പ്രസംഗിച്ചിരുന്നത്? നിങ്ങളത് പറയണം. അന്ന് ഇപ്പൊ അദ്ദേഹം പറയുന്നത് അന്ന് ഈ മറ്റേ അബ്ദുസലാം സുല്ലമി പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ പറഞ്ഞാണ്. ഇപ്പൊ ആര് പറഞ്ഞു കേട്ടിട്ടാ പറഞ്ഞത്? ഇപ്പൊ ചോദ്യകർത്താവ് പറഞ്ഞു അൽബാനി പറഞ്ഞത്, അൽബാനിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാണ്. അപ്പൊ മുമ്പ് പറയാം അൽബാനിന്റെ അല്ല മാത്രമല്ല പല സലഫി പണ്ഡിതന്മാരും. അപ്പോഴും നിങ്ങൾ ഖുർആനും ഹദീസും അല്ല പഠിക്കണത്. പിന്നെ നിങ്ങൾ റിയാലും ദീനാറും ആരാണോ തീർന്നത് മൗലവിമാര് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ പറയുന്നു ഉണ്ടോ? ഇനി ആ മൗലവിമാര് മാറ്റിയാൽ നിങ്ങൾ പിന്നെയും മാറ്റേണ്ടി വരും. ഈ ജാതി ഒരു എന്താ പറയാ ഇത്രമാത്രം ആശയപരമായി പാപ്പരത്വം ബാധിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇതല്ലാതെ വേറൊന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ചിന്തിച്ചു നോക്കി സുഹൃത്തുക്കളെ. എന്താ ചെറിയ കാര്യ? തൗഹീദിന്റെ നേരെ ഓപ്പോസിറ്റാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ തൗഹീദ് കറക്റ്റാണോ? അതിന്റെ നേരെ ഓപ്പോസിറ്റൊക്കെ ശിർക്കാണ്. അപ്പൊ ചിലത് അത് ശിർക്കാണെന്നൊരു കാലത്ത് പറയാ, എന്നിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുക? തെറ്റിദ്ധരിപ്പിക്കുക, അവരുടെ ഈമാൻ പിച്ചനാക്കുക. അപ്പൊ അതിന്റെ അർത്ഥത്തെ അതിനനുസരിച്ചുള്ള തൗഹീദാന്ന് പറഞ്ഞാൽ മറഞ്ഞ അദൃശ്യമായ മാർഗത്തിലൂടെ ഉപദ്രവം വരുത്താൻ അത് അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്നതാണ് ഇവരുടെ വിശ്വാസം. അപ്പൊ സിഹിർ എന്നുള്ളത് അത് അള്ള ചെയ്യണമല്ലല്ലോ, സൃഷ്ടികൾ ചെയ്യണമല്ലോ. അപ്പൊ അതൊരു മറഞ്ഞ മാർഗമാണല്ലോ. എങ്ങനെ ഇപ്പൊ ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവുക? മറഞ്ഞ മാർഗല്ലേ? ആളെ മേലെന്തെങ്കിലും കുത്തി വെക്കുന്നില്ല, തലയെ കൂടെ എന്തെങ്കിലും ഒഴിക്കുന്നില്ല, അല്ലെങ്കിൽ തിരക്കടിച്ച കോണനും തെറാപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വെള്ളം ഒഴിക്കുന്നുണ്ട് തന്നെയും വെക്കാം. ഇതൊന്നുമില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു അതിന്റെ ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേക വ്യക്തിക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവുന്നു. അത് വിശ്വസിച്ചാൽ തൗഹീദിന് വിരുദ്ധമാണ്. കാരണം എന്താ? അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരം നൽകുവാനോ ഉപദ്രവം ചെയ്യുവാനോ അത് അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ. സൃഷ്ടികൾക്ക് അല്ലാഹു അല്ലാത്തവർക്ക് അങ്ങനെ വല്ലതും ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ അത് നമ്മളെ തൗഹീദ് പൊളിയും, അത് ശിർക്കാണ് എന്നാണ് കേരളത്തിലെ മുജാഹിദുകൾ ഇതുവരെ വിശ്വസിച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും വലിയൊരു ശതമാനം അങ്ങനെ തന്നെയാണ്. ഇനി മന്ത്രത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മന്ത്രത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏകീകരണമുണ്ടോ? ഇല്ല. എന്തേ? സ്വഹീഹ ഹദീസില്ലായിട്ടാ? സ്വഹീഹായ ഹദീസില്ലായിട്ടാണോ? ബുഖാരിയിലും മുസ്ലിമിലൊന്നും ഹദീസില്ലായിട്ടാണോ? അല്ല. എന്തുകൊണ്ടാണ് മുജാഹിദുകൾക്കിടയിൽ ഒരു റുഖിയ ശറയ്യ എന്ന് പറയുന്ന ഒരു ചർച്ച തന്നെ വരാൻ കാരണം? അവരുടെ സംഘടനാ തലത്തിൽ, നേതൃതലത്തിൽ, അവരുടെ പണ്ഡിത സഭാ തലത്തിൽ അങ്ങനെ ഒരു ചർച്ച വരാൻ തന്നെ കാരണം എന്താണ്? അവര് നേരത്തെ അതിനെ വിമർശിച്ചു വരുന്നവരാണ്, അതിനെ പരിഹസിച്ചു വരുന്നവരാണ്.
അതിന്റെ അർത്ഥം പിന്നെ ആരും അതിൽ മന്ത്രിക്കുന്നവരില്ല, അല്ലെങ്കിൽ ഐക്യല്ലിട്ടുന്നവരില്ല എന്നല്ല. അതിപ്പോ നമ്മളാരും പറഞ്ഞില്ല, സുന്നികളും പറഞ്ഞിട്ടില്ലല്ലോ. സുന്നികൾ പണ്ടേ പറഞ്ഞില്ലെന്താ, മുജാഹിദുകളുടെ ഒക്കെ പല മുജാഹിദുകളുടെയും അര തപ്പി നോക്കിയാൽ ഐക്കല്ല് കാണുന്നതാണ്. അതിപ്പോ അവര് തന്നെ പറയുന്നു. നിങ്ങൾ കേട്ടില്ലേ ആ ഡോക്ടർ സുബൈർ പറയുന്നത്? അത് കേട്ടിട്ടില്ല സുഹൃത്തുക്കളെ? കേൾക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് കേൾപ്പിച്ചു തരാം. ഡോക്ടർ സുബൈർ പറഞ്ഞു കേട്ടില്ല നിങ്ങള്? പല മുജാഹിദുകളുടെയും അരയിൽ നിന്ന് ഐക്കല്ല് അദ്ദേഹം കണ്ടെടുത്തിട്ടുണ്ട് എന്ന് കേട്ടില്ലേ? കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് എടുത്ത് കേൾപ്പിച്ചാൽ, ഇല്ലെങ്കിൽ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. നോക്കട്ടെ. പിന്നെ അപ്പോഴേക്ക് ആരെങ്കിലും ഒന്ന് മൈക്കിലേക്ക് വരാം. ആ ഡോക്ടർ സുബൈർ ഇത് ചോദ്യം ചെയ്യുന്നത് ആരുടെ കയ്യിലുള്ളത് സുഹൃത്തുക്കളെ? ഇതൊക്കെ മൂടി വെച്ചിട്ട് ആ ഭാഗത്തൊന്നും, അതായത് അതങ്ങോട്ടൊന്നും ചർച്ച പോവുകയും ചെയ്യരുത്. ഇവരുടെ ഈ കൊള്ളരുതായ്മകളും ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കബളിപ്പിക്കലൊന്നും ജനങ്ങൾ അറിയരുത്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, AT കരീം പല പ്രാവശ്യം ഈ റൂമിൽ വന്ന് ചോദിച്ച കാര്യവും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത കാര്യവുമാണ് മുഹീദ്ദീൻമാരിൽ ആ വരികളൊക്കെ. എന്റെ ഓർമ്മയിൽ തന്നെ AT കരീം അത് ചോദിക്കുന്നത് ഇപ്പം 3ാമത്തെ തവണയാണ്. 2 തവണ വിവരിച്ചു കൊടുക്കുമ്പോഴും ഞാനുണ്ട്, ഒരിക്കൽ ഞാൻ തന്നെ അത് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനാണ് സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാണ്? അറിയോ? ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരെ ആ അഭിപ്രായം ഒന്ന് മൈക്കിൽ വന്ന് പറയും. ഞാൻ അപ്പോഴേക്ക് ഇതൊന്ന് തെരഞ്ഞെടുത്താട്ടെ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ UAE ഖുത്ബ അതായിരുന്നല്ലോ, ഉറുക്കും മേൽസും. അപ്പൊ അത് നമ്മുടെ അടുത്ത് തന്നെയുള്ള നമ്മുടെ ഷാർജയിൽ നമ്മളെ മുസ്ലിംന്റെ ഗാനങ്ങൾ എടുക്കുന്ന പള്ളി എൻ്റെ അടുത്താണല്ലോ. അപ്പൊ അവിടെ നമ്മുടെ ബിൽഡിങ്ങിൽ പോകുന്ന 2-3 മുജാഹിദുകളുണ്ട്. ഈ പറഞ്ഞ ഏലസ് അവരെ മക്കളെ അരയിലൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. അപ്പൊ ഇവര് പറച്ചിലൊന്നും ചെയ്യില്ലൊന്നാണ്. എന്താ ചെയ്യാ? അല്ല, ബാക്കിയുള്ളവരൊക്കെ അബ്ദുരിങ്ങല്ലൂരും ഞാനും തന്നെ ഉള്ളൂ. സുഖാനുള്ള എല്ലാവരും ഉറങ്ങിയ സുഹൃത്തുക്കളെ എല്ലാവരും ഉണ്ടാ? ഉള്ളവരൊക്കെ ഒന്ന് അടിച്ചാല് എന്തെങ്കിലും ഇപ്പൊ ഇതിങ്ങനെ വെറുതെ, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാ? ഉണ്ടല്ലേ? ശരി. ഞാൻ കരുതി മാഷാ അല്ലാഹ് നമ്മളെ റിശാലൊക്കെ ഉണ്ട്. പിന്നെ അപ്പൊ ഇനി അത് കേൾക്കാത്തവർക്ക് വേണ്ടി ചിലപ്പോൾ റേഡിയോ ശ്രോതാക്കളിലൊക്കെ കേൾക്കാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ അതൊന്നുകൂടി ഒന്ന് കേൾപ്പിക്കാം. അതായത് ഇവരുടെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളത്, ഇവരുടെ വിശ്വാസം എന്തായിരുന്നു 10 കൊല്ലം മുമ്പ് വരേക്കും എന്നുള്ളതാണ് അവരുടെ നേതാവ് തന്നെ, ഇവര് തന്നെ കൊണ്ടു നടന്നിരുന്ന ഡോക്ടർ സുബൈർ പറയുന്നത്. ഞാനൊന്ന് കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു നോക്കി കേട്ടോളി. ഞാൻ ക്ലിയർ ഉണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ഇത് ചെയ്യണം. ഞാൻ മൊബൈലിലാണ് കേൾപ്പിക്കണം. ഒരു കളവ് അനസ്മയ പറഞ്ഞത്, നമ്മളെന്നാ ചികിത്സ നടത്തിയതിനു ശേഷം ഈ നിമിഷം വരെയും ഞാൻ ചെയ്ത ചികിത്സയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം, അത് ഇന്ന കാരണം ഇന്ന തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വിഷയം, അതായത് മുജാഹിദ് പ്രസ്ഥാനം ഇതൊക്കെ നിഷേധിച്ച് നടക്കുകയും മുഅ്തസില വിശ്വാസം പുറത്തേയും ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ വിഷയം സംസാരിച്ചു വരുന്നത്. അന്ന് എന്നെയും കൊണ്ട് മുജാഹിദ് പേരിൽ കൊണ്ട് നോട്ടീസുകൾ ഇന്ന് എന്റെ കയ്യിലുണ്ട്. മനസ്സിലല്ലേ? ഒരു പുതിയ വിഷയമാണ്. അതിനുശേഷം പണ്ഡിതന്മാരെ ഏറ്റെടുത്തു. പിന്നെ ഗ്രൂപ്പുകളും മറ്റു കഷ്ണങ്ങളായി കുറിച്ചത് വേറെ. അന്ന് ചെയ്തതിന് ഞാൻ പറഞ്ഞല്ലോ, അതായത് അന്ന് ചെയ്തത്
ജിദ്ദ ഇസ്രായേലിന്റെ സമീപത്തുള്ള സുലൈമാൻ മസ്ജിദിൽ ഷെയ്ക്ക് ചെയ്യുന്നതും അതിന് തൊട്ടപ്പുറത്തുള്ള ഖുർആൻ ഹിഫ്ള് സെന്റർ ചെയ്ത ഈ 2 സെന്ററിൽ പോയിട്ട് അവിടുത്തെ രീതികൾ പഠിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഈ കയ്യിലും കാലും കെട്ടുക എന്നുള്ളത് നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയ ബിലാൽ ഫിലിപ്സിന്റെ എക്സോർസൽ ട്രഡീഷൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ വായിച്ചാൽ അതിൽ സൗദി പണ്ഡിതന്മാർ ചെയ്യുന്നതൊക്കെ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകരെല്ലാം ഫുൾ തൗഹീദാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്റെ അടുത്ത് വന്ന പല മുജാഹിദ് പ്രവർത്തകർ അരയുന്ന ഏലസിഞ്ചർ ഞാൻ അയച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതിന്റെ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് വേഷം അന്വേഷിച്ച് നോക്കാം. മുഅ്തസില ആശയമാണ് കണ്ണേറ്, സിഹർ, അതുപോലെ തന്നെ പിശാച് പറഞ്ഞ വിഷയങ്ങളിൽ മുഅ്തസിലാക്കളുടെ വിശ്വാസമായിരുന്നു കേരള നേതൃത്വ മുജാഹിദ് ഉണ്ടായിരുന്നത്. 10 വർഷങ്ങൾക്കപ്പുറം വന്ന് ഞാൻ പ്രസിദ്ധീകരണങ്ങളുടെ സാക്ഷ്യത്തെ ഞാൻ തെളിയിച്ചു തരാം. അത് വേണമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വേദി ഒരുക്കാം. അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ സുഹൃത്തുക്കളെ, ഒരുപാട് കാര്യം അതിലുണ്ട്. മാത്രല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ അറിയോ, അതാണ് എനിക്കും രസകരമായി തോന്നിയത്. എന്താണ്, കേരളത്തിലെ മുജാഹിദുകളെല്ലാം യഥാർത്ഥ തൗഹീദ് വിശ്വസിക്കുന്നവരാണ് എന്നതിന് അദ്ദേഹം പറഞ്ഞ തെളിവെന്താണ്? അദ്ദേഹം പറഞ്ഞ തെളിവെന്താ സുഹൃത്തുക്കളെ? നിങ്ങളാരും കേട്ടാ? ശ്രദ്ധിച്ചാ? നിങ്ങൾ കേട്ടില്ല അല്ലേ? ശ്രദ്ധിച്ചില്ല അല്ലേ? തൗഹീദ് ശരിയാണെന്നുള്ള, മുജാഹിദിന്റെ തൗഹീദ് ശരിയാണെന്നുള്ളതിന്റെ അങ്ങനെ വരട്ടെ. ശീലം പറഞ്ഞതന്നെ ശരി, ശീലം പറഞ്ഞതാ ശരി. മനസ്സിലായോ? എന്താ ശരി അദ്ദേഹം പറഞ്ഞത്? കാരണം മുജാഹിദിന്റെ അരിയിലൊക്കെ എന്തുണ്ട്? ഏലസ് ഉണ്ട്. അണ്ടാ നോക്കികള് പറഞ്ഞിട്ടോളി. ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേട്ടു നോക്കിങ്ങള്. ഒരു കളവ് അനസ്മതി പറഞ്ഞത്, നമ്മളെന്നാ ചികിത്സ നടത്തിയതിനു ശേഷം ഈ നിമിഷം വരെയും ഞാൻ ചെയ്ത ചികിത്സയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം, അത് ഇന്ന കാണും ഇന്ന തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വിഷയം, അതായത് മുജാഹിദ് പ്രസ്ഥാനം ഇതൊക്കെ നിഷേധിച്ച് നടക്കുകയും മുഅ്തസില വിശ്വാസം പുറത്തേക്ക് ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ വിഷയം സംസാരിച്ചു വരുന്നത്. അന്ന് എന്നെ കൊണ്ട് മുജാഹിദ് പേരിൽ കൊണ്ട് നോട്ടീസുകൾ ഇന്ന് എന്റെ കയ്യിലുണ്ട്. മനസ്സിലല്ലേ? ഒരു പുതിയ വിഷയമാണ്. അതിനുശേഷം പണ്ഡിതന്മാരെ ഏറ്റെടുത്തു. പിന്നെ ഗ്രൂപ്പുകളും മറ്റു കഷ്ണങ്ങളായി മുറിഞ്ഞാൽ വേറെ ആയിരുന്നു. അന്ന് ചെയ്തതിനെ ഞാൻ പറയല്ലോ, അതായത് അന്ന് ചെയ്തത് ജിദ്ദ ഇസ്രായേലിന്റെ സമീപത്തുള്ള സുലൈമാൻ മസ്ജിദിൽ ഷെയ്ക്ക് ചെയ്യുന്നതും അതിന് തൊട്ടപ്പുറത്തുള്ള ഖുർആൻ ഹിഫ്ള് സെന്റർ ചെയ്ത ഈ 2 സെന്ററിൽ പോയിട്ട് അവിടുത്തെ രീതികൾ പഠിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഈ കയ്യിലും കാലും കെട്ടുക എന്നുള്ളത് നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയ ബിലാൽ ഫിലിപ്സിന്റെ എക്സോർസൽ ട്രഡീഷൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ വായിച്ചാൽ അതിൽ സൗദി പണ്ഡിതന്മാർ ചെയ്യുന്നതൊക്കെ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകരെല്ലാം ഫുൾ തൗഹീദാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്റെ അടുത്ത് വന്ന പല മുജാഹിദ് പ്രവർത്തകർ അരയുന്ന ഏലസിഞ്ചർ ഞാൻ അയച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതിന്റെ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് വേഷം അന്വേഷിച്ച് നോക്കാം. മുഅ്തസില ആശയമാണ് കണ്ണേറ്, സിഹർ, അതുപോലെ തന്നെ പിശാച് പറഞ്ഞ വിഷയങ്ങളിൽ മുഅ്തസിലാക്കളുടെ വിശ്വാസമായിരുന്നു കേരള നേതൃത്വ മുജാഹിദ് ഉണ്ടായിരുന്നത്. 10 വർഷങ്ങൾക്കപ്പുറം വന്ന് ഞാൻ പ്രസിദ്ധീകരണങ്ങളുടെ സാക്ഷ്യത്തെ ഞാൻ തെളിയിച്ചു തരാം. അത് വരെ നമുക്ക് ഇൻഷാ അല്ലാഹ് വേദി ഒരുക്കാം. ഒരു കളവ് അനസ്മതി പറഞ്ഞത്, നമ്മളെന്നാ ചികിത്സ നടത്തിയതിനു ശേഷം ഈ നിമിഷം വരെയും ഞാൻ ചെയ്ത ചികിത്സയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം, അത് ഇന്ന കാണും ഇന്ന തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വിഷയം, അതായത് മുജാഹിദ് പ്രസ്ഥാനം ഇതൊക്കെ നിഷേധിച്ച് നടക്കുകയും മുഅ്തസില വിശ്വാസം പുറത്തേക്ക് ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ വിഷയം സംസാരിച്ചു വരുന്നത്. അന്ന് എന്നെ കൊണ്ട് മുജാഹിദ് പേരിൽ കൊണ്ട് നോട്ടീസുകൾ ഇന്ന് എന്റെ കയ്യിലുണ്ട്. മനസ്സിലല്ലേ? ഒരു പുതിയ വിഷയമാണ്. അതിനുശേഷം പണ്ഡിതന്മാരെ ഏറ്റെടുത്തു. പിന്നെ ഗ്രൂപ്പുകളും മറ്റു കഷ്ണങ്ങളായി മുറിഞ്ഞത് വേറെ ആയിരുന്നു. അന്ന് ചെയ്തതിനെ ഞാൻ പറയല്ലോ, അതായത് അന്ന് ചെയ്തത് ജിദ്ദ ഇസ്രായേലിന്റെ സമീപത്തുള്ള സുലൈമാൻ മസ്ജിദിൽ ഷെയ്ക്ക് ചെയ്യുന്നതും അതിന് തൊട്ടപ്പുറത്തുള്ള ഖുർആൻ ഹിഫ്ള് സെന്റർ ചെയ്ത ഈ 2 സെന്ററിൽ പോയിട്ട് അവിടുത്തെ രീതികൾ പഠിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഈ കയ്യിലും കാലും കെട്ടുക എന്നുള്ളത് നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയ ബിലാൽ ഫിലിപ്സിന്റെ എക്സോർസൽ ട്രഡീഷൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ വായിച്ചാൽ അതിൽ സൗദി പണ്ഡിതന്മാർ ചെയ്യുന്നതൊക്കെ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകരെല്ലാം ഫുൾ തൗഹീദാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം
എന്റെ അടുത്ത് വന്ന പല മുജാഹിദ് പ്രവർത്തകർ അരയുന്ന ALS ഞാൻ അയച്ചിട്ടുണ്ട്. കേട്ടോ സുഹൃത്തുക്കളെ, കേരളത്തിലെ മുജാഹിദുകളെല്ലാം ഫുൾ, അങ്ങനെ മുമ്പിൽ പറഞ്ഞത്, ഫുൾ തൗഹീദിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനുള്ള റീസൺ എന്താ പറഞ്ഞത്? കാരണം തൗഹീദിലാണെന്നുള്ള ഉറപ്പുവരുത്താൻ ഡോക്ടർ കണ്ട കാരണം എന്താണ്? വേഗം അടിക്കുക സുഹൃത്തുക്കളെ. നിങ്ങൾ എന്ന് കേൾക്കുമ്പോ പറഞ്ഞ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഏതെങ്കിലും സാധാരണക്കാരനല്ല പറയുന്നത്, അവരുടെ കൂട്ടത്തിൽ MBBS ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറാ പറയുന്നത്, മുജാഹിദിന്റെ. എന്താ പറഞ്ഞ കാരണം? മുജാഹിദിന്റെ ഒക്കെ അരിയിൽ നിന്നുണ്ട് ഏലസ് ഉണ്ട്. അപ്പൊ അരിയിൽ ഏലസ് ഇല്ലാത്ത മുജാഹിദാണോ? അവന് തൗഹീദ് ശരിയല്ല. മനസ്സിലായെനിക്ക്? മുജാഹിദിന് ഇപ്പൊ തൗഹീദ് ശരിയാവണമെങ്കിൽ എന്ത് വേണം? അരിയിൽ ഏലസ് വേണമെന്നാ പറഞ്ഞത്. ഇക്കാലം എത്രയും അവർ പറഞ്ഞിരുന്നത് അത് അന്ധവിശ്വാസമാണ്, അത് ശിർക്കാണ്. അങ്ങനെ വിശ്വസിച്ചാൽ അരയിലോ കയ്യിലോ കാലുമ്പലോ എന്തെങ്കിലും വെച്ച് കെട്ടിയാൽ അതുകൊണ്ട് ഗുണം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നത് അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ കാര്യമാണ്. ഇപ്പൊ ഇവരുടെ ഡോക്ടർ പറയുന്നത് കേരളത്തിലെ മുജാഹിദുകളെല്ലാം ഫുൾ തൗഹീദിലാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരുടെയും അരയിൽ ഏലസുണ്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, മുജാഹിദുകൾ 10 കൊല്ലം മുമ്പ് വരേക്കും അല്ല ഏലസൂരി വിഭാഗം എന്ന് പറയണ്ട, ഏലസുള്ളവരെ അവിടെ തൗഹീദ് മുവാഹിദാണുള്ളൂ എന്നാണ് ഇപ്പോ അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? അതാ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏതെങ്കിലും മുജാഹിദ് തൗഹീദ് പറയുന്നുണ്ടെങ്കിൽ അവനോട് നമുക്ക് ചോദിക്കാം, അരിയിൽ ഏലസ് ഉണ്ടോ ഇല്ലേ? ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്നാ പിന്നെ എന്റെ തൗഹീദ് ശരിയല്ല. ശരിയായ തൗഹീദുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ അരിയില്, മുജാഹിദിന്റെ അരിയിലൊക്കെ ഏൽസ് ഉണ്ടാവുന്നാ പറഞ്ഞുള്ളത്. മനസ്സിലായില്ലേ? പിന്നെ അതല്ലേ ഏലസ് പരിശോധിക്കണം, തൗഹീദ് ശരിയാണോ അല്ലേ എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ജാതി ആൾക്കാര് ഇങ്ങനെ കുറെ അയാളെന്താണ്, അയാളൊരു MBBS ഡോക്ടർ, അയാളെ പണിയെടുത്താൽ മതി. ഓരോരുത്തർ ദീന് പറയേണ്ടത് ദീന് പറയേണ്ട അത് പഠിച്ച ആളുകളല്ലേ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊക്കെ തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പിന്നെ അങ്ങനെ കുറെ വിവരമില്ലാത്ത, ദീനിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത ആളുകൾ എന്തൊക്കെയോ പറയുന്നു. അത് കേട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഈ സാധുക്കൾ കുറെ ആളുകൾ അതിന്റെ പിന്നാലെ കൂടിയിട്ട് അതാണ് ദീന്, അതാണ് ശരി, അതാണ് സത്യം എന്ന് ധരിച്ച് അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നു. ഇവിടെ അതിന്റെ ഇടയിൽ നമ്മളെ അബ്ദുരിങ്ങല്ലൂർ ഏതോ ഒരു ID ഇവിടെ വരികയും പോവുകയും ചെയ്തത് ഇങ്ങനെ പ്രത്യേകം കോപ്പി ചെയ്ത് കാണിച്ചിരുന്നു. ആരാണത് എനിക്കറിയില്ല. അതുകൊണ്ടൊരു മെഹബൂബ് അലി എന്നോ 786 അബ്ദു ആരാണത്? പ്രത്യേകം വന്നതും പോയതൊക്കെ ഇങ്ങനെ ഇവിടെ കോപ്പി ചെയ്ത് അടിക്കുന്ന കണ്ട്. അബ്ദുരിങ്ങല്ലൂർ കേൾക്കണ്ട? ആരാണെന്ന് മനസ്സിലായില്ല. പിന്നെ അപ്പൊ ചുരുക്കത്തില് ഓക്കെ CID ആള്. ഓക്കെ. അപ്പൊ ചുരുക്കത്തിൽ മുജാഹിദുകൾക്ക് മുഅ്തസില വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ അവര് എന്ത് ചെയ്തിട്ടുണ്ട്, മുഅ്തസില വിശ്വാസം മാത്രമല്ല മറ്റതും കൂടി, അതായത് ഖവാരിജികളുടെ, അങ്ങനെ കൂടുതൽ ഇപ്പൊ ഖവാരിജികളുടെ വിശ്വാസത്തിലേക്കും അവരുടെ നിലപാടിലേക്കുമാണ് ഇപ്പോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൽ നിന്ന്. അപ്പൊ ഏതായാലും ചോദ്യോർത്താക്കളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിൽ വന്നോളൂ. ഇൻഷാ അല്ലാഹ് ബാവാമീറ നേരത്തെ അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാവാമീറ തിരിച്ചെത്തും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ മൈക്കോട്ടു. അസ്സലാമു അലൈക്കും. എന്റെ വശം നിങ്ങളെന്തേ മൈക്ക് വേണ്ടേ? വേണമെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. നിങ്ങൾ കൈപൊക്കി നിൽക്കുന്നത് കണ്ടിരുന്നു.
എന്നാ മൈക്കെടുത്തോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഈ മുഅ്തസിലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അവരെ വിധി എന്താ? അന്നേരം ഇതിന്റെ മുമ്പല്ല 10 വർഷത്തിന് മുമ്പ് മരിച്ചവരൊക്കെ മുഅ്തസിലിയാക്കളായിരുന്നല്ലോ. അവർ ഇസ്ലാമിലെ വിധി എന്താ? അവർ മുസ്ലിങ്ങളെ കൊടുത്ത് ഉൾപ്പെടുത്താൻ പറ്റുമോ? അതാണ് എൻ്റെ ചോദ്യം. അവർ പിഴച്ചൊരു പ്രസ്ഥാനമായിരുന്നു എന്നുള്ളതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഇമ്മത്ത് ഉലമാ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പുതിയ പുത്തനാശയക്കാരായിരുന്നു മുഅ്തസിലത്ത് എന്ന് പറയുന്നത്. ആ മുഅ്തസിലത്തിന്റെ വിശ്വാസമായിരുന്നു അത്രേ ഈ നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രയെന്നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കുറെ എണ്ണത്തിന്, കുറെ ആളുകൾക്ക് ഈ ഖവാരിജികളുടെ നിലപാടും വിശ്വാസവും അങ്ങനെയുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ആയതുകൊണ്ട് അങ്ങനെ ഒരു തരം എന്താ പറയാ സങ്കര ജീവിയാണ് നമ്മുടെ നാട്ടിലെ മുജാഹിദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുജാഹിദുകൾ തന്നെ പറഞ്ഞല്ലോ, അവരുടെ അതേ ആശയവും അതേ നിലപാടുമുള്ള ഒരു സംഘടനയും ഒരു വിഭാഗവും മുസ്ലിം ലോകത്ത് വേറെ എവിടെയില്ല എന്ന് അവർ തന്നെ പറയുന്നതിന് കാരണം അതാണ്. കുറെ മുഅ്തസിലത്ത്, പിന്നെ കുറെ ഖവാരിജി വിശ്വാസവും ആചാരവും അതൊക്കെ കൂടി സമ്മിശ്രമായിട്ടുള്ളതാണ്. അത് ചിലർ മുഅ്തസിലത്തിലൂടെ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നു, അങ്ങനെ യുക്തിവാദത്തിലൂടെ അങ്ങനെ പോയി ചേകനൂരിസത്തിലും പിന്നെ സാക്ഷാൽ നിരീശ്വരവാദത്തിലൊക്കെ അങ്ങനെ എത്തിച്ചേരുന്നു. വേറെ ഒരു വിഭാഗം അതിങ്ങനെ ഈ ആധുനിക ഖവാരിജുകൾ, മോഡേൺ ഖവാരിജുകൾ, ഭീകരവാദികൾ, അങ്ങനെ ആ വഹാബിസം അങ്ങനെ ഭീകരവാദത്തിലേക്ക് പോകുന്നുണ്ടല്ലേ. പല ഭാഗങ്ങളിലും നടക്കുന്ന, പല രാജ്യങ്ങളിലും നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ അവരാണല്ലോ, അവരുടെ ആശയവും അങ്ങനെ അങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മുജാഹിദുകൾ ആ നിരക്ക് നോക്കിയാൽ ഒരു വിഭാഗം അങ്ങനെ മുഅ്തസിലി വിശ്വാസവുമായി ഒരു ഭാഗത്തേക്കും, മറുവിഭാഗം ഖവാരിജികളുടെ നിലപാടും വിശ്വാസവുമായിട്ട് വേറൊരു ഭാഗത്തേക്കും അങ്ങനെ നീങ്ങുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കിടന്ന് വയന്ന് നടക്കുന്ന പിന്നെ കുറെ എണ്ണം, ഇതൊക്കെ കൂടി ഉള്ളതാണ് ഈ വിവിധ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരുടെ ഇടയിലെ ഗ്രൂപ്പ് എത്രയാണെന്നുള്ളത് അവർക്ക് പോലും അറിയില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അത്രമാത്രം ഗ്രൂപ്പുകളാണ് അവർക്കുള്ളത്, അവരുടെ ഇടയിലുള്ളത്. ഏതായാലും ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അങ്ങനത്തെ ഒരു വിഭാഗം ലോകത്ത് ബാക്കിയുണ്ടോ? അങ്ങനെ മുഅ്തസിലിയാക്കൾ എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗം? അല്ല അവർക്ക് നേതാവ് ഉണ്ടോ? അവർക്ക് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടോ ഇവര് മുഅ്തസിലിയാക്കള് ആ കാലത്ത്? ആ വിഭാഗം മുഅ്തസിലിയാക്കളെ വിശ്വാസമായിരുന്നു എന്ന് പറഞ്ഞപ്പം അതിന് അവർക്കൊരു നേതാവും അതിനൊരു ആധികാരിക ഒരു ക്രോഡീകരിച്ച് അവർ ഇന്ന് കാണുന്ന ഈ നമ്മളെ മുജാഹിദ് മതം പോലെ മറ്റുള്ള പല പുത്തൻ പ്രസ്ഥാനക്കാരുണ്ടല്ലോ, മഹദൂദി മതം, അങ്ങനെ ഇവരെ വാതിന് ഇവർക്കും ഒരു നേതാവും അതിനൊരു ഗ്രന്ഥകർത്താവും അങ്ങനെ എന്തോ ഉണ്ടോന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അതായത് മുഅ്തസിലത്ത് എന്ന് പറയുന്നതും യഥാർത്ഥ ഖവാരിജികള് അതുപോലെ പല പ്രസ്ഥാനങ്ങളും അതൊക്കെ പുരാതന കാലത്ത് ഉണ്ടായിരുന്നവരാണ്. അങ്ങനെ പലതും എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിന്റെ പേരിൽ വന്ന പല പുത്തൻ ആശയങ്ങളും ചരമമടഞ്ഞ് അഥവാ പണി കഴിഞ്ഞ് ജീവൻ പോയി കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മുഅ്തസിലി വിഭാഗം. മുഅ്തസിലത്ത് വളരെ ശക്തമായിരുന്നു. ഒരുപാട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ പീഡിപ്പിക്കാനും ആക്രമിക്കാനും ഒക്കെ ഭരണകൂടങ്ങളുടെയൊക്കെ പങ്കാളിത്തത്തോടുകൂടെ മുന്നോട്ട് വന്നിട്ടുള്ള വലിയ ശക്തമായൊരു വിഭാഗമായിരുന്നു. അല്ലാഹു തആല എന്ത് ചെയ്തു, അവരെ അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്, ഖവാരിജുകളെയും നശിപ്പിച്ചതുപോലെ. പക്ഷേ അവരുടെയൊക്കെ ആശയങ്ങൾ പല ഗ്രന്ഥങ്ങളിലും
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അയിമ്മത്തിന്റെ ഗ്രന്ഥങ്ങളിലും അവരുടെ ആശയങ്ങളുണ്ട്. കാരണം അവരുടെ ആശയത്തെ ഗണ്ണിക്കാൻ വേണ്ടി, അത് തെറ്റാണെന്ന് സമൂഹത്തെ മുസ്ലിമീങ്ങളെ ബോധ്യപ്പെടുത്താനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് തലമുറക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആശയങ്ങൾ മഹാന്മാരായ അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ എടുത്തുദ്ധരിക്കുകയും മുഅ്തസിലത്തിന് ഇതായിരുന്നു ഈ വിഷയത്തിലുള്ള വിശ്വാസമെന്നും അത് ഇന്ന ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണെന്നും മഹാന്മാരായ അയിമ്മത്ത് പലരും പല വിഷയങ്ങളിലും തഫ്സീറുകളിലും മറ്റൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് പലതും ഇന്ന് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഖവാരിജുകളും. പക്ഷേ അതിന്റെ നേതാക്കളോ അല്ലെങ്കിൽ ഒരു വിഭാഗമായിട്ട് ഇന്ന് ഈ ലോകത്തറിയപ്പെടുന്ന പിന്നെ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പുത്തനാശയക്കാരെ പോലുള്ള ഒരു കൂട്ടായ്മയോ സംവിധാനമോ അതിന്റെ നേതാക്കളോ ആളുകളോ ആയിട്ടൊന്നും ഇന്ന് അങ്ങനെ ലോകത്താരുമില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഉണ്ടായിരുന്നു പുരാതന കാലത്ത്, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കാലാന്തരത്തിൽ നശിച്ച് നാശമടഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വശം എന്ന ഐഡിയയിലുള്ള സുഹൃത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി പറയാനുള്ളത്. അദ്ദേഹത്തിന് അദ്ദേഹം കേട്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.